1 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഇതുപോലെ ഒഴിക്കുക. ശരിക്കും തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം ചെയ്യുക, ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളം, 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാഷ് ബേസിനിലും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള ബ്ലോക്കുകളും പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വാഷ് ടബ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള സിങ്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടുള്ള ഈ ഒരു മാർഗത്തിലൂടെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നമ്മുടെ വീടുകളിലെ സിങ്കുകൾ അതല്ലെങ്കിൽ വാഷ് ടബുകൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ മാർഗ്ഗമാണ്. നമ്മളിവിടെ കൊക്കക്കോള ആണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെപ്സി ആണെങ്കിൽ ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. കാരണം ഈ പെപ്സിയും അതോടൊപ്പം തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ബേക്കിംഗ് പൗഡർ അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ സംഭവം ഇത് ക്ലീൻ ആകാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നത്. അത് ഇങ്ങനെ ഈ പറഞ്ഞ